തള്ളച്ചി കുറേ കാലമായില്ലേ തള്ളച്ചിയെ വെല്ലുവിളിക്കുന്നു. 10 പേരുടെ മുമ്പിൽ വെച്ച് വരയ്ക്കാവൂ. വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാം. 10 അല്ല 100 പേരുടെ മുമ്പിൽ നമുക്കൊരു പ്രസ് മീറ്റ് നടത്തിയിട്ട് തന്നെ അത് ചിത്രം വരയ്ക്കാം നമുക്ക്. അപ്പം അതിനുള്ള എല്ലാ വകുപ്പും അമ്മായി നോക്കിക്കോളി. എവിടെയാ സ്ഥലം, എങ്ങനെ വേണം, പേപ്പറിൽ വേണോ, അക്രലിക് ഷീറ്റിൽ വേണോ, ഒക്കെ അമ്മായി തീരുമാനിച്ചോളൂ. ജസ്റ്റ് സലീം റെഡിയാണ്. പിന്നെ ഈ വരപ്പിക്കാനും വരുന്ന സമയത്ത് ഒരു കാര്യവും കൂടി, ഈ ചലഞ്ച് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അരുൺ ഇന്നലെ നിനക്കൊരു ചലഞ്ച് തന്നു, ഒരു ഹീൽസ് ഇടാൻ. കാരണം എന്നെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാം. ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്ന ഇമിറ്റേറ്റ് ചെയ്യും, ഞാൻ റീലിടുന്ന ഇമിറ്റേറ്റ് ചെയ്യും, ഞാനിടുന്ന പോസ്റ്റ്യൂം ഇമിറ്റേറ്റ് ചെയ്യും, എങ്ങനെയാണോ എന്താണോ ചെയ്യുന്നത് അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ആ അരുണിനൊരു ചലഞ്ച് ആയിരുന്നു ഹീൽസ് ഉള്ള ഒരു ചെരുപ്പിട്ടിട്ട് ഒരു ക്യാറ്റ് വാക്ക് നടക്കും. ഇതിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കുള്ളതല്ല, അത് ലിസിത പാലക്കലിനുള്ളതാണ്. അവൾ അതിൻ്റെ മറുപടി പറഞ്ഞോളും. അപ്പം നമുക്കുള്ള ചെറിയ ഭാഗമുണ്ട് ഇതിനകത്ത്. നമുക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയുക? ലിസിത പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും അത് ഞാൻ മറുപടി കൊടുക്കുന്നതിന് അത്രയും വരില്ലല്ലോ അല്ലേ? അങ്ങനെയാണ്. ബാക്കി ഓരോരുത്തരുള്ള മറുപടിയും ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടു. കാരണം തള്ളച്ചിക്ക് അറിയാം, വേറെ എന്തൊരു കാര്യം പറഞ്ഞിട്ടാലും 10 പേര് കാണൂല. എന്റെ പേര് തള്ളച്ചി, നിനക്ക് എന്റെ പേര് യൂസ് ചെയ്യേണ്ടി വന്നില്ലേ യൂട്യൂബിന്റെ അകത്ത് റീച്ച് കിട്ടണമെങ്കിൽ? ലിസിത പാലക്കലിനുള്ളതാണ്. അപ്പൊ ഇതിന്റെ മറുപടി പറയേണ്ടത് ലിസിത പാലക്കലാണ്. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കയറി പറഞ്ഞാൽ ശരിയാവില്ല. അവസാന വീഡിയോ ആണ്, ജസ്ന ഭാഗത്ത് നിന്നിട്ടുള്ള അവസാന വീഡിയോ ആണ്. എന്താ നീ മരിക്കാൻ പോവാണോ? അവസാന വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ കേരളം രക്ഷപ്പെട്ടേനെ. രക്ഷപ്പെടാൻ വല്ല ചാൻസ് ഉണ്ടോ? അവസാന വീഡിയോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. കൊതിപ്പിക്കല്ലേ. വെല്ലുവിളിക്കുന്നു. 10 പേരുടെ മുമ്പിൽ വെച്ച് വരയ്ക്കാവൂ. വെല്ലുവിളി ഈ ഒരു വെറും വെല്ലുവിളി സാധനം മാത്രമേ നീ വെല്ലുവിളിക്കണതൊന്നും നീ പ്രവർത്തിച്ച് കാണിക്കാറില്ലല്ലോടി. ഇതിനൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പില്ല അവളില്ല കണ്ണൂര് കിടന്ന് വെല്ലുവിളിച്ചിട്ട് ഇവളെ ഏറ്റെടുത്തിട്ടില്ല. 100 പേരുടെ മുമ്പിൽ നമുക്കൊരു പ്രസ് മീറ്റ് നടത്തിയിട്ട് തന്നെ ചിത്രം വരയ്ക്കാം നമുക്ക്. അപ്പം അതിനുള്ള വരയ്ക്കണേ അമ്മായി നോക്കിക്കോളി. എവിടെയാ സ്ഥലം, എങ്ങനെ വേണം, പേപ്പറിൽ വേണോ, അക്രലിക് ഷീറ്റിൽ വേണോ, ഒക്കെ അമ്മായി തീരുമാനിച്ചോളൂ. ജസ്റ്റ് സലീം റെഡിയാണ്. പിന്നെ ഈ വരപ്പിക്കാനും വരുന്ന സമയത്ത് ഒരു കാര്യവും കൂടി, ഈ ചലഞ്ച് എന്ന് പറയുന്നത് അങ്ങോട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന അരുൺ ഇന്നലെ വെറുതെ വന്നൊന്നും വരയ്ക്കൂല. മറ്റേ സാധനത്തിന്റെ 18ഓളം കേസിന്റെ രേഖകൾ കൊണ്ടുവന്നാൽ മാത്രമേ വരയ്ക്കുള്ളൂ. അപ്പം അത് കൊണ്ടുവരണം, കേട്ടല്ല നിബന്ധന. അപ്പം പുള്ളിക്കാരത്തിക്ക് അറിയാം ഈ ജന്മത്ത് വരയ്ക്കണ്ട എന്ന്. കൊണ്ടുവന്നാലല്ലേ വരയ്ക്കുള്ളൂ. അപ്പം ഈ കേസിൻ്റെ രേഖകളും FIRന്റെ കോപ്പികളും നമ്പർ അടക്കം ലോ ലെവൽ കൊണ്ടുവരാത്തിടത്തോളം കാലം ഇവളുടെ വര നടക്കൂല. കഷ്ടം. ലൈവായിട്ട് 4 പേർക്കിടെ മുമ്പിൽ ഇരുന്നിട്ട്, ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നിട്ട് വരയ്ക്കണം എന്നുള്ളത് ചിത്രകാരി എന്ന നിലയിൽ എൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ അവസാനത്തെ ആഗ്രഹമായിട്ട് നിങ്ങൾ കൂട്ടിയാലും തരക്കേടില്ല, കുഴപ്പമില്ലെന്ന്. ഇതിലും വലിയ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഒരു കുഞ്ഞ്, ഒരു വീട്. അതെന്തായാലും നടക്കുമോ ഇല്ലയോ എന്ന് ദൈവം തമ്പുരാനറിയാം. എന്തായാലും ഞാൻ അതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. എൻ്റെ ഈ ചെറിയൊരാഗ്രഹമെങ്കിലും നടത്തി തരണേ ജസ്ന സലീമേ. നീ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ടിസ്റ്റ് അടിച്ചാലോ? അവളോട് 18ഓളം കേസിൻ്റെ രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ ചിലപ്പം 12 എണ്ണുള്ളെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ വര നടക്കൂല. നിങ്ങളൊക്കെ കൂടി എൻ്റെ വരയാണ് ഇല്ലാതാക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് വരയ്ക്കാൻ വല്ലാത്ത കൊതിയാണ്. ജസ്ന, നീ ഈ നിബന്ധന പിൻവലിച്ചിട്ട് വര മാത്രമായിട്ട് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരയ്ക്കണ്ടടാ നമുക്ക്. വരയ്ക്കാനുള്ള പടം ഞാനോ നീയോ കൊണ്ടുവരില്ല. ലിസിത പാലക്കൽ കൊണ്ടുവരട്ടെ, അത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഉൾക്കൊള്ളാൻ പറ്റുന്ന അരുൺ ഇന്നലെ നിനക്കൊരു ചലഞ്ച് തന്നു, ഒരു ഹീൽസ് ഇടാൻ. കാരണം ഒരു തൃശ്ശൂർ വരാൻ പറഞ്ഞിട്ട് വരാത്ത ഇവനാണോ ചലഞ്ചിന് നടക്കുന്നത്? നാണമില്ലേടാ നിനക്ക്? ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാൻ
രാവിലെ വീഡിയോ എടുക്കുന്ന ഇമിറ്റേറ്റ് ചെയ്യും, ഞാൻ റീലിടുന്ന ഇമിറ്റേറ്റ് ചെയ്യും, ഞാൻ ഇടുന്ന പോസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യും. ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഷാനാണ്. സ്ത്രീയാണ്. അപ്പൊ ആ സ്ത്രീക്ക് അരുൺ ഇന്നലെ കൊടുത്തൊരു ചലഞ്ചായിരുന്നു ഹീൽസ് ഉള്ള ഒരു ചെരുപ്പിട്ടിട്ട്. ഓല്ലോ അവൾക്ക് എന്നാത്തിന്റെ കേടാന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഈ ലസിത ഇങ്ങനെ പറയിപ്പിക്കുന്നത്? നീ എന്തിനാണ് ഈ മരപ്പോത്തിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോണത്? അത് പോട്ടെ, അരുണിന്റെ നിന്റെ പൊന്ന് ജസ്ന സലീമേ, നീ ആരെയാണ് ഈ ഹീൽസ് ഇടാൻ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്? ഹീൽസൊക്കെ ഒരു വെല്ലുവിളിയാണോ നിനക്ക്? സത്യം പറഞ്ഞാൽ നിന്റെ ബുദ്ധിയും ബോധവും എന്നേക്കുമായിട്ട് പോയോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളത് നിന്റെ പിന്നിൽ നിനക്ക് ഇത്തരം കുബുദ്ധികൾ, അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് പിരിവച്ചിരുന്ന കുറച്ച് ടീമുണ്ട്. അമ്പലത്തിൽ കയറിക്കോ, ഇന്ന സമയം ഇന്നത് നീ സോഷ്യൽ മീഡിയയിലൂടെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ പഠിപ്പിച്ചു തരുന്ന ആ ടീമോളെ, അതിൻ്റെ പ്രധാന കണ്ണി ആരാണെന്നറിയാലോ? നമ്മുടെ ബിൻസിൻ മുഹമ്മദേ. ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വരച്ചു തരാൻ തയ്യാറാണ്. പക്ഷെ വരുന്ന സമയത്ത് എടി നീ ഇങ്ങനെ വരയ്ക്കാൻ തയ്യാറാണെന്ന് വെച്ചിട്ട് നീ അതിൻ്റെ ഇടയിൽ കുന്നിട്ട് കോലിട്ടിളക്കല്ലേ? അപ്പൊ നിനക്ക് വരയ്ക്കണ്ടല്ലോ അല്ലേ? എത്രയും പെട്ടെന്ന് ഒരു മീഡിയയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഒരുമിച്ച് വരയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വരയ്ക്കാൻ കൊതിയായി ജസ്ന സലീമി, കൊതിയായി. നീ അതിനുള്ളൊരു അവസരം എനിക്ക് ഒരുക്കി തരില്ല. ഈ അവസരം ഒരുക്കിക്കൊണ്ട് വന്നിട്ട് നീ അതിൻ്റെ ഇടയിലിട്ട് അതിങ്ങനെ ഇട്ടൊരു പണിയരുത്. ഇങ്ങനെ നീ ഒരു പണി വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ 18 കേസ് എന്നും പറഞ്ഞിട്ട്. ഈ പണി ലവളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിനക്കെന്താ? വരയ്ക്കണ്ടല്ലോ അല്ലേ? രക്ഷപ്പെട്ടല്ലോ അല്ലേ? അതല്ലേ നിന്റെ കാര്യം? എന്റെ ഭാര്യ പോയി ചത്തുപോയ അമ്മായിയുടെ അച്ഛനാണെന്ന് എനിക്കറിയാം. അപ്പൊ നീ എന്നെ ഒരുമിച്ചിരുത്തി വരപ്പിക്കൂലെന്ന് എനിക്ക് മനസ്സിലായി.